പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ബേസിക് ഗ്രാമറിൻ്റെ ഭാഗമായ പ്രോനൗണിനെ പറ്റിയാണ്. പ്രോനൗൺ എന്ന് വെച്ചാൽ നാമങ്ങൾക്ക് പകരം വരുന്ന വാക്കുകളൊന്നാണ്. വാക്യത്തിൽ നൗണിന് ഒരേ രൂപമാണ് ഉള്ളത്, അത് സബ്ജക്റ്റിലാണെങ്കിലും ഒബ്ജക്റ്റിലാണെങ്കിലും. എന്നാൽ പ്രോനൗണിന് സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലും ഒക്കെ വ്യത്യസ്ത രൂപങ്ങളാണ് ഉള്ളത്. അതെല്ലാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്: ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇൻ ഗ്രാമർ, person refers to the different perspective form from which pronoun is used. വ്യാകരണത്തിൽ പേഴ്സൺ എന്നത് പ്രയോഗിക്കപ്പെടുന്ന സർവനാമത്തിൻ്റെ വ്യത്യസ്ത ദൃഷ്ടികോണത്തെ സൂചിപ്പിക്കുന്നു. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 categories: ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ, ദിസ് റെഫർ ടു സ്പീക്കർ. ഐ, വി, ഞാൻ, ഞങ്ങൾ. എക്സാമ്പിൾ: ഐ ആം ഗോയിങ് ഹോം, ഞാൻ വീട്ടിൽ പോകുന്നു. Second person, this refers to a person being spoken to, സംസാരിക്കപ്പെടുന്ന വ്യക്തി. യു, നീ, നിങ്ങൾ. എക്സാമ്പിൾ: യു ആർ റീഡിംഗ് ദ ബുക്ക്, നീ പുസ്തകം വായിക്കുന്നു. തേർഡ് പേഴ്സൺ, ദിസ് റെഫേഴ്സ് ടു ദ പേഴ്സൺ ബീങ് സ്പോക്കൺ അബൌട്ട്, സംസാര വിഷയമായ വ്യക്തി. ഹി, ഷീ, ദേ. അവൻ, അവൾ, അവർ. എക്സാമ്പിൾ: ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോകുന്നു. ദ പ്രൊനൗൺ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു ഒബ്ജക്ട്സ്, ആനിമൽസ്. എക്സാമ്പിൾ: ഇറ്റ് ഈസ് റെയിനിങ്. സർവനാമങ്ങളുടെ വിവിധ രൂപങ്ങൾ ഇപ്രകാരമാണ്: ഐ സബ്ജക്റ്റ്, മീ ഒബ്ജക്റ്റ്, മൈ പൊസസീവ് അഡ്ജക്റ്റീവ്, മൈൻ പൊസസീവ് പ്രോനൗൺ. ഇത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. വി സബ്ജക്റ്റ്, അസ് ഒബ്ജക്റ്റ്, അവർ പൊസസീവ് അഡ്ജക്റ്റീവ്, അവേഴ്സ് പൊസസീവ് പ്രോനൗൺ. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. യു സബ്ജക്റ്റ്, യു ഒബ്ജക്റ്റ്, യുവർ പൊസസീവ് അഡ്ജക്റ്റീവ്, yours possessive pronoun. Second person singular and plural. He subject, him object, his possessive adjective, his possessive pronoun. Third person singular. She subject, her object, her possessive adjective, hers possessive pronoun. Third person singular. It subject, it object, its possessive adjective, its possessive pronoun. Third person singular. They subject, them object, their possessive adjective, theirs possessive pronoun. Third person plural. ഇത്രയും കാര്യങ്ങൾ ബൈഹാർട്ടായി പഠിച്ചാൽ പ്രയോജനമുണ്ടാവും. ഇനി സർവനാമങ്ങൾ വിവിധ തരത്തിലുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ദർ ആർ 8 kinds of pronouns. ഇവ 8 തരമുണ്ട്. ഓരോന്നായി നോക്കാം. ഒന്ന്, പേഴ്സണൽ പ്രോനൗൺ. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദെയും. ഇതിൻ്റെ മറ്റ് ഫോമുകളെയും പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നു. 2, എംഫാറ്റിക് പ്രോനൗൺ. ചിലപ്പോൾ ഒരു പ്രോനൗണിനെ ഊന്നി പറയേണ്ടി വരും. ഇതിന് ഉചിതമായ പ്രോനൗണോട് കൂടി സെൽഫ്, സെൽഫ്സ്, SELVS എന്നീ സഫിക്സ് ചേർക്കുന്നു. എക്സാമ്പിൾ: മൈസെൽഫ്, ഹിംസെൽഫ്, ദംസെൽഫ്. 3. Reflexive pronoun. A reflexive pronoun
is a type of pronoun used where the subject and object of a sentence are the same. ഒരു വാക്യത്തിൻ്റെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരുപോലെ ആയിരിക്കുന്നിടത്ത് ഉപയോഗിക്കുന്ന സർവനാമമാണ് റിഫ്ലക്സീവ് പ്രോനൗൺ. റിഫ്ലക്സീവ് പ്രോനൗൺ end in self, singular, or selves, plural. Example, they made dinner themselves. 4. Demonstrative pronouns. നിർദ്ദിഷ്ട കാര്യങ്ങൾ, ആളുകൾ, സ്ഥലങ്ങൾ എന്നിവയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അത് അകലത്തിലോ സമയത്തിലോ അടുത്തോ അകലെയോ ഉള്ള എന്തിനെങ്കിലും സൂചിപ്പിക്കുന്നു. ദിസ് സിംഗുലർ നിയർ എന്നതിനെ കാണിക്കുന്നു. എക്സാമ്പിൾ, ദിസ് ഈസ് മൈ ന്യൂ ഫോൺ. ദാറ്റ് സിംഗുലർ ഫാറിനെ കാണിക്കുന്നു. എക്സാമ്പിൾ, ദാറ്റ് ഇസ് എ ഹൗസ് ഐ യൂസ് ടു ലിവ് ഇൻ. ദീസ് പ്ലൂറൽ നിയറിനെ കാണിക്കുന്നു. എക്സാമ്പിൾ, ദീസ് ആർ ദ ഫോട്ടോസ് ഫ്രം അവർ വെക്കേഷൻ. ദോസ് പ്ലൂറൽ ഫാറിനെ കാണിക്കുന്നു. എക്സാമ്പിൾ, ദോസ് വെർ ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. 5. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. ഓൾ, സം, ഫ്യൂ, എവരിബഡി, എവരി വൺ, മെനി എന്നിങ്ങനെയുള്ള വാക്കുകളാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. 6. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ. ഈച്ച്, ഐദർ, നൈദർ, ഇത് മൂന്നുമാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ. സിംഗുലർ വെർബിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടതാണ്. 7. റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് പ്രോനൗൺ ഇൻട്രൊഡ്യൂസസ് എ ക്ലോസ് ദാറ്റ് ഗീവ്സ് മോർ ഇൻഫർമേഷൻ അബൌട്ട് എ നൗൺ ഇൻ ദ സെൻറ്റൻസ്. ഇതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയും ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ആയി ബന്ധിപ്പിക്കുന്നു. കോമൺ റിലേറ്റീവ് പ്രോനൗൺ ഇതൊക്കെയാണ്. ഹൂ റെഫേഴ്സ് ടു ദ പീപ്പിൾ. എക്സാമ്പിൾ, the woman who lives next door is a doctor. Whom refers to people. The man whom we met yesterday is my uncle. Whose indicate possession. Example, that's the boy whose bike was stolen. Which refers to people, animal, or things. The book which I borrowed from library is overdue. That refers to people, animal, or things. Example, the book I read was fascinating. ഒരു സെൻറ്റൻസിൻ്റെ 2 ഭാഗങ്ങളെ റിലേറ്റീവ് പ്രോനൗൺ ബന്ധിപ്പിക്കുന്നു. എന്തെങ്കിലും വിവരിക്കാനോ നിർവചിക്കാനോ സഹായിക്കുന്ന പാലമായി റിലേറ്റീവ് പ്രോനൗൺ പ്രവർത്തിക്കുന്നു. എക്സാമ്പിൾ, ദ മാൻ ഹൂ ഈസ് വെയറിങ് എ റെഡ് ഷർട്ട് ഈസ് മൈ അങ്കിൾ. ദ മാൻ നൗണാണ്. ഹൂ ഈസ് വെയറിങ് എ റെഡ് ഷർട്ട് ആ ആളിനെക്കുറിച്ചുള്ള എക്സ്ട്രാ ഇൻഫർമേഷനാണ്. റിലേറ്റീവ് ക്ലോസായ ഹൂ ഈസ് വെയറിങ് എ റെഡ് ഷർട്ട് ആ മനുഷ്യനെ പറ്റി കൂടുതൽ പറയാൻ സഹായിക്കുന്നു. 8. ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ. ഹൂ, ഹും, ഹൂസ്, വിച്ച്, വാട്ട് എന്നീ വാക്കുകൾ ചോദ്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഇൻറ്ററോഗേറ്റീവ് പ്രോനൗണായി മാറുന്നു. ഇങ്ങനെ 8 തരത്തിലുള്ള പ്രോനൗൺ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഉണ്ട്. പ്രോനൗണിനെ പറ്റിയുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.